പ്രജിതേ, ഈ ഓപ്പറേഷൻ സിന്ദൂർ പാകിസ്ഥാനെ നമ്മൾ ഏതാണ്ടൊക്കെ സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ ഇട്ടൊക്കെ നല്ല അടി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു 11ഓളം സ്ഥലങ്ങളിൽ. അതെ, പലതും. അതെ, പറയാം. അതായത് ഈ പലയിടത്തും ഇട്ട് അടി കിട്ടിയിട്ടുണ്ട്. ഈ അടി കിട്ടിയതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് പുറത്ത് വരികയാണ്. അതായത് ഈ ചില ചട്ടമ്പിമാർ വലിയ ചട്ടമ്പിത്തരം കളിക്കുമല്ലോ, എന്നിട്ട് ആ കൊച്ചു പയ്യന്മാരെ നല്ലവണ്ണം വാങ്ങും. കുറെ നാൾ കഴിഞ്ഞ് തടവാൻ പോകുമ്പോഴാണ് നമ്മൾ അറിയണത്. അവിടെയൊക്കെ തടവാൻ പോയിട്ട് എന്ന് അറിയാതെ പറഞ്ഞു പോകും. ചെക്കന്മാരെടുത്തിട്ട് തേമ്പി എന്ന് പറയും. അതുപോലെ തേമ്പല് നന്നായിട്ട് കിട്ടിയെന്നാ തോന്നണേ, അല്ലേ? പാകിസ്ഥാനല്ലേ? അതെ, നല്ല പോലെ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ, അതായത് ഒരു ആക്രമണം, പ്രത്യാക്രമണം, ഇതുപോലുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാകുമ്പോൾ അത് മുന്നേ ഉള്ള കാലഘട്ടത്തിൽ നമുക്ക് നോക്കിയാൽ അറിയാം, ആരും ആ സമയത്ത് മുഴുവനായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു പറയില്ല. എന്നിട്ട് ഇതിനെല്ലാം ശേഷം ഇതിൽ പങ്കെടുത്തിട്ടുള്ള മേജർമാർ, കേണൽസ്, അങ്ങനെയുള്ള നിരീക്ഷകർ, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയുന്നവരൊക്കെ കുറെ കാലം കഴിയുമ്പോൾ ഓട്ടോബയോഗ്രഫി ഒക്കെ എഴുതും. അപ്പോൾ അതിലായിരിക്കും വിവരങ്ങൾ, അല്ലെ? അല്ലെങ്കിൽ അതുപോലെയുള്ള ഉദ്യോഗസ്ഥരോ അതുമായി ബന്ധപ്പെട്ടവരോ ഒക്കെ കുറെ നാളുകൾക്കൊക്കെ, വർഷങ്ങൾക്ക് ശേഷം ഇതുപോലെ ചില വെളിപ്പെടുത്തലുകൾ അവരെ ഏതെങ്കിലും ഒരു മീഡിയയുടെ മുമ്പിലോ ഒക്കെ വന്നിരുന്നിട്ട്, അല്ലെങ്കിൽ അല്ലെ, അങ്ങനെ എത്രയോ വെളിപ്പെടുത്തലുകൾ ഇതിനകം നമ്മൾ വന്നിട്ടുണ്ട്. അതെ, മേജർ രവി ഒരു മുൻ ഉദ്യോഗസ്ഥന്റെ കാര്യം പറഞ്ഞു. അദ്ദേഹം പോയി തിരിച്ചടിക്കട്ടെ എന്ന് ചോദിക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനോട് ചോദിക്കുമ്പോൾ, ആ പേര് ഞാൻ മറന്നുപോയതുകൊണ്ടാണ്, ക്ഷമിക്കണം. അപ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഒന്നും മിണ്ടിയില്ല പോലും. അവസാനം ഈ ഉദ്യോഗസ്ഥൻ സ്വന്തം ഇഷ്ടത്തില് ഇവരെ കൊണ്ടുപോകുന്നു, ഈ ആർമി ഉദ്യോഗസ്ഥരുമായി പോകുന്നു. അദ്ദേഹം അതിർത്തിക്കപ്പുറം പോയിട്ട് അവിടെ എല്ലാം അടിച്ച് നിലംപരിശാകുന്നു, തിരിച്ചു വരുന്നു. എന്നിട്ട് ഉദ്യോഗസ്ഥനോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്താണ് തെളിവെന്ന് ചോദിച്ചു. അപ്പോൾ ഈ തെളിവ് ചോദിച്ചപ്പോൾ ഈ ഉദ്യോഗസ്ഥൻ കാണിച്ചു കൊടുത്തത് തൻ്റെ ബാക്ക് പാക്ക് ഊരിയിട്ട് സിബ് മാറ്റിയിട്ട് ഇങ്ങനെ കുടഞ്ഞിട്ട്, അപ്പോൾ 32ഓളം പേരുടെ ചെവിയാണ് കാണിച്ചു കൊടുത്തത്. അതായത് തെളിവ് വേണമല്ലോ. അവിടെ പോയി അദ്ദേഹം അടിച്ചു. 32 പേരെ തീർത്തിട്ടാണ് ഈ ഉദ്യോഗസ്ഥനെ, അദ്ദേഹത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മളൊക്കെ ഇപ്പോഴാണ്, ഒരുപക്ഷെ ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളിൽ ഇത് അറിയുമായിരിക്കും. സമയമായി വരുന്നതേ ഉള്ളൂ. ഇങ്ങനെ ഓരോരോ കഥകൾ വരണം. അതെ, ഇതിപ്പോ തന്നെ മേജർ രവി അദ്ദേഹം ഇതുപോലെ വെളിപ്പെടുത്തിയപ്പോഴാണ് നമ്മൾ ഈ ഒരു, അതായത് സാധാരണക്കാരിലേക്കൊക്കെ ഈ വിവരം എത്തുന്നത്. ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളവർക്കൊക്കെ ഈ വിവരം അറിയാമായിരിക്കാം. അതുപോലെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം. ഒരു ആത്മകഥ എഴുതുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും വെളിപ്പെടുത്തലോ അങ്ങനെയൊക്കെ വരുമ്പോഴായിരിക്കാം ഇത് സംഭവിക്കുന്നത്. ഒരുപാടുണ്ട്. ഇനി ഒന്നുമില്ലെങ്കിൽ ഒരു ഫേസ്ബുക്കിലോ ഇൻസ്റ്റയിലോ തുറന്നു വെച്ച് സ്വയം പറഞ്ഞാലും മതി, ലൈവ് വന്നാലും മതി. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ പാകിസ്ഥാന് നല്ലപോലെ അടി കിട്ടിയിട്ടുണ്ട്. അത് ഒരു പക്ഷെ നമ്മുടെ സേനാ മേധാവികളൊക്കെ പറഞ്ഞ് കണക്കിനുള്ളതല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകളൊക്കെ വരുന്നത്. കാരണം അതെ, നമ്മൾ പറഞ്ഞത് അവരെ സ്പോട്ട് ചെയ്തിട്ട് ഒരു 11 ഇടങ്ങളിൽ അടിച്ചു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അതിനപ്പുറത്തുള്ള വിവരങ്ങളൊന്നും നമ്മുടെ മേധാവിമാരൊന്നും പുറത്തു വിട്ടിട്ടില്ല. അതിനകത്തൊരു കാര്യം കൂടെയാണ്, ഈ മേധാവിമാർ പറഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതൊരു രാജ്യത്തിന്റെ തലവന്മാർ പറയുമ്പോൾ അതിന് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ പക്വതയും പാകതയും ഉണ്ട്. അത് കൃത്യമായിട്ടും ഇന്ത്യക്കുണ്ട്. അത് അങ്ങനെയാണ്. അതെ. ഇപ്പോ പാകിസ്ഥാനിൽ നിന്നുള്ള ചില രേഖകൾ പുറത്തു വരുന്നുണ്ട്. ആ രേഖകൾ അനുസരിച്ച് ഈ പറഞ്ഞ 11ഓളം സ്ഥലങ്ങൾ മാത്രമല്ല, അതിൽ കൂടുതൽ ഒരു 7 ഇടങ്ങളിൽ കൂടി ഇന്ത്യൻ തിരിച്ചടികൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ചില സ്ഥലങ്ങൾ എന്ന് പറയുന്നത് ഖൈബർ പത്തൂൺഖ്വ പ്രവിശ്യയിലുള്ള പെഷവാർ, സിന്ധ് പ്രവിശ്യയിലെ അറ്റോക്ക്, ബഹാവൽ നഗർ, ചോർ, ഹൈദരാബാദ്, പഞ്ചാബ് പ്രവിശ്യയിലെ ഗുജറാത്ത്, ഝാങ് എന്നിവിടങ്ങളിലെ സ്ഥലങ്ങളൊക്കെ തന്നെയും ഇന്ത്യ ലക്ഷ്യമിട്ടതായിട്ടാണ് ഈ രേഖയിൽ പറയുന്നത്. ഇന്ത്യയുടെ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് മറുപടിയായിട്ട് പുറത്തിറക്കിയ രേഖയിലെല്ലാം തന്നെ
പാകിസ്ഥാൻ പുറത്തിറക്കിയ ഈ രേഖയിലെല്ലാം തന്നെ കൃത്യമായി ഇതും സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കൂടുതലായിട്ട് 7ഓളം സ്ഥലങ്ങളിലാണ്. അപ്പോൾ മെയ് 8, 9, 10 തീയതികൾ, ഈ തീയതികളിലാണ് പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് ഇന്ത്യ ഡ്രോൺ ആക്രമണം നടത്തിയത്. ഇതിന്റെ വിശദാംശങ്ങൾ പാകിസ്ഥാൻ മാധ്യമങ്ങളുമായി പങ്കിട്ട രേഖയിലാണ് കൂടുതലായി അടികൊണ്ട ഇടങ്ങളെ കൂടി അവർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പഹൽഗാം ഈ ആക്രമണത്തിനും മറുപടിയായിട്ട് ബ്രഹ്മോസ് ക്രൂയിസ് മിസൈലൊക്കെ ഉപയോഗിച്ചല്ലോ. ആ ദീർഘദൂര ആയുധങ്ങളൊക്കെ ഉപയോഗിച്ച് പാകിസ്ഥാന്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദികളുടെ സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലങ്ങൾ ലക്ഷ്യമിട്ടിട്ടാണ് നമ്മൾ ആക്രമണം ആരംഭിക്കുന്നത്. അതായത് മുരിദ്കയിലെ ലഷ്കർ ഇ തോയ്ബയുടെ ഇടമുണ്ട്, മർക്കസ് ത്വയ്ബ. ബഹവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദിന്റെ മർക്കസ് സുബ്ഹാൻ അല്ലാ, സിയാൽകോട്ടിലെ മെഹ്മൂന ജോയ ഫെസിലിറ്റി എന്നിവയുൾപ്പെടെ 9 ഭീകര ഇൻഫ്രാസ്ട്രക്ചറുകളാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടത് എന്ന് പറയുന്നുണ്ട്. മറ്റതൊക്കെ കൂടാതെയാണ്. അപ്പൊ ഇത്തരം വിവരങ്ങൾ നമ്മൾ പറഞ്ഞതല്ല, നമ്മുടെ രേഖകളല്ല, പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള രേഖകളിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങളാണ് എന്നുള്ളതാണ്. പാകിസ്ഥാൻ തോറ്റമ്പിയിട്ട് ഇപ്പൊ എല്ലാം കൊണ്ട കഥയൊക്കെ പറഞ്ഞെന്നുണ്ടെങ്കിലേ അതെ, നാണക്കേടുണ്ടോ? ഇതിൽ പരം നാണക്കേട്, നാണം കെട്ട പരിപാടിയാന്നുള്ളതാണ്. എന്നിട്ടും വീണ്ടും പറയുന്നുണ്ട് ഷഹബാസ്, അമേരിക്കയും ട്രംപും മോദിയും സംസാരിക്കണം, ഈ ഒരു ഇതിന് സംഘർഷത്തിന് അയവ് വരുത്തണം എന്നുള്ളതിലൊക്കെ ഇടപെടണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആദ്യം അയാളുടെ രാജ്യത്ത് വന്നിരിക്കുന്ന തീവ്രവാദികളെ പള്ളികളിലും പള്ളിമുറ്റത്തും ഒക്കെ ഈ കൊടുക്കുന്ന പരിശീലനം ഉണ്ടല്ലോ, അതൊക്കെ നിർത്തണം. അത് നിർത്തൂല. അതെങ്ങനെ നിർത്താൻ പറ്റും? അതില്ലെങ്കിൽ തീവ്രവാദികൾ എങ്ങനെ തോക്ക് പിടിക്കണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഇവരെ സൈനികരാണ്. ഇത് പരസ്പര സഹകരണ സംഘമാണ്. അത് ആദ്യം നിർത്തണം മിസ്റ്റർ പ്രസിഡന്റ് എന്ന് വേണം പറയാൻ ജനം. അല്ല, ഇതൊരു പരസ്പര സഹകരണ സംഘമാണ്. ഈ ഭീകരവാദികളും പാക് സൈന്യം എന്ന് പറയുന്നത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയുന്ന വിദ്യകളൊക്കെ പഠിപ്പിക്കും. അങ്ങനെയാണ്. അപ്പൊ പരസ്പരം അറിയുന്ന എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെയാണ് ഇവര് ഒരു ഒത്തൊരുമയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗമാണ്. നല്ല ഒത്തൊരുമയാണ്. അതെ, അത് നമ്മൾ തെറ്റു പറയരുത്. നമ്മുടെ കണ്ണിലെ പ്രശ്നമാണ്. കഥകളുണ്ടാവും. അപ്പൊ എന്തായാലും ബർണാലയിലെ മർക്കസ് അഹ്ലെ ഹദീസിലുള്ള ലഷ്കർ ഇ തോയ്ബയുടെ താവളവും മുസാഫറാബാദിലെ ഷവായൻ നല്ലയിലുള്ള ക്യാമ്പും ഒക്കെ ആക്രമിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ നടപടിയെ തുടർന്ന് മെയ് 8, 9, 10 തീയതികളിൽ പാകിസ്ഥാൻ ഇന്ത്യൻ സൈനിക താവളങ്ങൾ ആക്രമിക്കാൻ ശ്രമിച്ചിരുന്നു. വ്യോമതാവളങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകളും റഡാർ സെന്ററുകളും എന്നിവയുൾപ്പെടെ നിരവധി പ്രധാന പാക് സൈനിക സ്ഥാപനങ്ങൾക്ക് കനത്ത നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. ഇതിപ്പോ ഇവര് ഇടക്കിടക്ക് പുറത്തുവിടണമെന്ന് വെച്ചാൽ ഒരുമിച്ച് അങ്ങ് പുറത്തുവിട്ടിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് നാണക്കേട് ഏറ്റുവാങ്ങേണ്ടി വരും. അത് മാത്രമല്ല, ഈ തല്ല് കിട്ടിക്കഴിഞ്ഞ് എവിടെയൊക്കെയാണെന്ന് അറിയാൻ പോലും പറ്റുന്നില്ല. വേദന വന്നു തുടങ്ങുമ്പോഴാണല്ലോ, നമ്മൾ ഈ വീണ് കഴിയുമ്പോഴേ പെട്ടെന്ന് വേദന അറിയൂല. വൈകിട്ടൊക്കെ ആവുമ്പോഴേക്കാണ് ആ വേദനയുടെ കാഠിന്യമൊക്കെ തല്ലി വീഴുമ്പോ എവിടെയൊക്കെയാണ് തല്ലി എന്ന് അറിയാൻ പറ്റില്ല. വീണ് കഴിയുമ്പോ നമ്മൾ ഇത് പോട്ടെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും. പക്ഷെ കഴിയുമ്പോഴേക്കും വേദന വരാൻ തുടങ്ങും. അതെ. അപ്പൊ ഈ പറയുന്ന കര, വ്യോമ, കടൽ മേഖലകളിലെല്ലാം എല്ലാ വെടിവെപ്പുകളും സൈനിക നടപടികളൊക്കെ ഉടനടി നിർത്തിവെക്കാനായിട്ട് ധാരണയിലെത്തിയതായിട്ട് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര പ്രഖ്യാപിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ പറയുന്ന രീതിയിൽ പാകിസ്ഥാന് നല്ല അടി കിട്ടിയിട്ടുണ്ട്. പാകിസ്ഥാന് ഈ പറയുന്ന ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ചൈനീസ് ഉപകരണങ്ങളും ഒക്കെ ഉണ്ട്. അവരതൊക്കെ നൽകിയിരുന്നെങ്കിൽ പോലും അതിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നമ്മൾ അവരുടെ ഭീകര താവളങ്ങളാണ് ഭീകര താവളങ്ങളാണ് അടിച്ചു തകർത്തിട്ടുള്ളത്. ആ താവളങ്ങൾ അടിച്ചു തകർക്കേണ്ടത് ഭീകരരെയാണ്. നമ്മൾ പറയില്ലേ, ഇസ്രായേൽ അടിച്ചുകൊണ്ടിരിക്കുന്നത് ആർക്കെതിരെയാണ്? ഭീകരർക്കെതിരെയാണ്. നമ്മുടെ നിലപാടും അത് തന്നെയാണ്, ഭീകരതയ്ക്കെതിരായ നിലപാടാണ്. അപ്പോൾ ഈ പറയുന്ന താവളങ്ങൾ ഉൾപ്പെടെ 11 താവളങ്ങൾ പ്ലസ് 7 അല്ലെങ്കിൽ 9 താവളങ്ങളോളം നമ്മൾ ഈ ഭീകരരുടേതായിട്ട് നശിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് അവർ പറയുന്ന കണക്കാണ്. ഇന്ത്യ മുന്നോട്ട് വെച്ചിട്ടുള്ള കണക്കല്ല.